എന്താ മതം? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഇവിടെ വരുന്നവരോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറുക. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ആഹാ, നിങ്ങൾക്കും മനസ്സിലാവുന്നില്ലേ? അവിടെ ഒരാൾ പറയുന്നു എനിക്ക് മനസ്സിലായില്ല എന്ന്. ദാ ഇപ്പൊ ഇവിടെ പിന്നെ ആർക്കാ മനസ്സിലാവുക? അല്ല, നിങ്ങളോട് ചൂടായിട്ട് എന്താ കാര്യം? എന്താ മമ്മു, എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ? അവിടെ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. തെളിച്ചു പറയൂ മിസ്റ്റർ. അന്ന് റോസി ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ വേണ്ടിയിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാനെന്ന് പറയാൻ അവളാരാ? റോസിനെ പറഞ്ഞോ? റോസിയല്ല, അവള് ആ അഹങ്കാരി. എന്താ അവളുടെ പേര്? ആ ആനി. ഇത്ര ഒരു ആയ വെച്ചോണ്ട് കുട്ടിയെ നോക്കിയാൽ ശരിയാവില്ല മദർ. ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഞാനുള്ളത് എടുക്കാൻ ആഗ്രഹിക്കുന്നു. വേണ്ട മദർ, ഇയാൾക്ക് കൊടുക്കരുത്. വന്നല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വെറുതെ എന്തിനാ എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത്? ആ കുട്ടിയെ നശിപ്പിക്കാനാണോ ഭാവം? ഇവരിവിടുന്ന് പറഞ്ഞു വിടണം മദർ. റോസിയെ ഞാൻ ദത്തെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് തടയാൻ കഴിയോ? കഴിയും. ഞാൻ അവളുടെ സോറി മിസ്റ്റർ. റോസിയെ ദത്തെടുക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിച്ചേ പറ്റൂ. കാരണം? അതൊന്നും നിങ്ങളോട് പറയണമെന്നില്ലല്ലോ. ആ കുട്ടിയെ തരാൻ പറ്റില്ല. ഇതൊരു അനാഥാലയമാണ്. അനാഥയായ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നത് എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ തടയുന്നത്? ഇവിടെ വേറെയും കുട്ടികളുണ്ടല്ലോ. ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് റോസിയെ മതി. അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. അവൾക്ക് എത്തരമൊരു ഭാവിയാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്കറിയാം. അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനൊന്നും പറയില്ല. ഞാൻ അവളെ കൊണ്ടുപോയാൽ നന്നായി പഠിപ്പിക്കും, വളർത്തും. പറയൂ മദർ, എനിക്ക് അവളെ തരില്ലേ? പ്രയാസമാണ്. എങ്കിൽ നിങ്ങളെ കൊണ്ട് തരിക്കാനുള്ള വഴി എനിക്കറിയാം. ഗുഡ് ബൈ. അയാൾ പോകൂ. പോകാൻ